എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി അവനെ മരുഭൂമിയിലേക്ക് നടത്തി? ഉത്തരം: ആത്മാവ്. 4-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2: പിശാച് യേശുവിനെ എത്ര ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു? ഉത്തരം: 40 ദിവസം. 4-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 3: നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പിശാച് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഉത്തരമെന്ത്? ഉത്തരം: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ചോദ്യം 4: ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് പിശാച് യേശുവിനോട് പറഞ്ഞത് എന്തിനെക്കുറിച്ച്? ഉത്തരം: ലോകത്തിലെ സകല രാജ്യങ്ങളെയും കുറിച്ച്. 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 5: നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് പിശാച് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ചോദ്യം 6: നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് യേശു പിശാചിനോട് പറഞ്ഞതെപ്പോൾ? ഉത്തരം: പിശാച് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്നും താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ. 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 7: അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം എത്ര കാലത്തേക്ക് അവനെ വിട്ടുമാറി? ഉത്തരം: കുറെ കാലത്തേക്ക്. 4-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 8: യേശു ആത്മാവിൻ്റെ ശക്തിയോടെ എവിടെ മടങ്ങിച്ചെന്നു? ഉത്തരം: ഗലീലയ്ക്ക്. 4-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 9: യേശു വളർന്ന ഗ്രാമമേത്? ഉത്തരം: നസറെത്ത്. 4-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 10: യേശു നസറെത്തിൽ പള്ളിയിൽ വായിച്ച പുസ്തകം ഏത്? ഉത്തരം: യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ചോദ്യം 11: പള്ളിയിൽ ഇരുന്ന് എല്ലാവരും യേശുവിനെ പുകഴ്ത്തി ആശ്ചര്യപ്പെട്ടതെപ്പോൾ? ഉത്തരം: അവൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ കേട്ടപ്പോൾ. 4-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 12: യേശു നസറത്തിൽ പള്ളിയിൽ ഇരുന്നവരോട് പറഞ്ഞ പഴഞ്ചൊല്ല് ഏത്? ഉത്തരം: വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക. 4-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ചോദ്യം 13: ഒരു പ്രവാചകനും എവിടെ സമ്മതനല്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: തൻ്റെ പൃഥുനഗരത്തിൽ. 4-ാം അധ്യായം 24-ാം വാക്യം. ചോദ്യം 14: ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞ് ദേശത്തെങ്ങും ക്ഷാമമുണ്ടായത് ആരുടെ കാലത്ത്? ഉത്തരം: ഏലിയാവിൻ്റെ കാലത്ത്. 4-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 15: ദേശത്തെങ്ങും ക്ഷാമമുണ്ടായപ്പോൾ ദൈവം ഏലിയാവിനെ അയച്ചത് എവിടേക്ക്? ഉത്തരം: സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്ക്. 4-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ചോദ്യം 16: എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ സൗഖ്യമായ കുഷ്ഠരോഗി ആര്? ഉത്തരം: സുറിയക്കാരനായ നയമാൻ. 4-ാം അധ്യായം 27-ാം വാക്യം. ചോദ്യം 17: കഫർന്നഹൂം എവിടെയുള്ള പട്ടണമാണ്? ഉത്തരം: ഗലീലയിൽ. 4-ാം അധ്യായം 31-ാം വാക്യം. ചോദ്യം 18: നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെയെന്ന് ഉറക്കെ നിലവിളിച്ചു പറഞ്ഞതാര്? ഉത്തരം: കഫർന്നഹൂമിൽ പള്ളിയിൽ ഉണ്ടായിരുന്ന അശുദ്ധഭൂതം ബാധിച്ച മനുഷ്യൻ. 4-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 19: കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരുന്ന ആരെയാണ് യേശു സൗഖ്യമാക്കിയത്? ഉത്തരം: ശിമോൻ്റെ അമ്മാവിയമ്മയെ.
4 അധ്യായം 38-39 വാക്യങ്ങൾ. ചോദ്യം 20. അവനെ തിരഞ്ഞു അവൻ്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്ത പുരുഷാരത്തോട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം: ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത്. 4 അധ്യായം 42-43 വാക്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.